ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഷാർജൻ കി വിദ്യാം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇത് ഹിന്ദി പെഡഗോജിയിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ വീഡിയോസിൽ കുറേ ചേഞ്ചസ് നമ്മൾ വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ള PDF നോട്ട്സ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ വളരെ കഷ്ടപ്പെട്ട് തയ്യാറാക്കിയ നോട്ട്സിലൂടെ നമുക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഭാഷാർജൻ എന്ന് പറയുന്ന ടോപ്പിക്ക്. അതിനുശേഷം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊന്നാമത്താണ് ഭാഷാർജൻ കി വിദ്യ. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വിദ്യ മീൻസ് എന്താണ്? മെത്തേഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാം ഭാഷാ അർജൻ എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ നമ്മുടെ എൻവയോൺമെൻറ്റിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലീസിൽ നിന്നൊക്കെ ലാംഗ്വേജ് പഠിക്കുന്നു. ओके, അത് തന്നെയാണ് ഭാഷാ अर्जन എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. भाषा अर्जन ऐसी प्रक्रिया है जिसके अंतर्गत हम अपने आसपास के वातावरण, माता पिता और अपने से बड़े व्यक्तियों के संपर्क में रहकर भाषा सीखते हैं. बड़े എന്നാണ് അവിടെ വേണ്ട, ടൈപ്പിംഗ് മിസ്റ്റേക്ക്. ഓക്കെ, സോ എന്താണ് നമ്മളുടെ വാതാവരണം അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്നൊക്കെ നമ്മൾ ലാംഗ്വേജ് ഇമിറ്റേഷനിലൂടെ പഠിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഭാഷാ अर्जन. മറ്റൊന്നുണ്ട് ഭാഷ അധികമുണ്ട്, അത് ലാംഗ്വേജ് ലേണിംഗ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് ചോംസ്കി, അദ്ദേഹം ഈ ഒരു ഒപ്പീനിയനുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വ്യൂസ്, അദ്ദേഹം കൺസ്ട്രക്റ്റിവിസമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻസൊക്കെ അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഒരു കോട്ട് കൊടുത്തിരിക്കുന്നത് ചോംസ്കി അനുസാർ ഭാഷാ अर्जन की क्षमता बालकों में जन्मजात होती है. അതായത് ഭാഷാ अर्जन ആ ഒരു കഴിവ് കുട്ടികളുടെ ജനനത്തോടു കൂടി ഉണ്ട്. और वो भाषा की व्यवस्था को पहचानने की शक्ति के साथ पैदा होता है. അവർക്ക് എന്താണ്? ഈ ലാംഗ്വേജ് തിരിച്ചറിയാനുള്ള കഴിവോടുകൂടി തന്നെയാണ് കുട്ടികൾ ജനിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ. ഓക്കെ, ഇനി അത് ജസ്റ്റ് ആഡ് ചെയ്യുന്നേ ഉള്ളൂ. ഇനി നമുക്ക് മെയിനായിട്ടുള്ള സംഭവത്തിലേക്ക് പോകാം. ഭാഷാ अर्जन की വിദ്യ, ഏതൊക്കെ മെത്തേഡിലൂടെയാണ് ഭാഷാ अर्जन പോസിബിൾ ആകുന്നത്. ഒന്നാമത്തെ തീർച്ചയായിട്ടും ഇമിറ്റേഷനാണ് അല്ലെങ്കിൽ അനുകരൺ. बालक जब भी भाषा के नए नियम या व्याकरण के नियम सुनता है वो उसे बिना अर्थ जाने दोहराता है. നമുക്കറിയാം, ചെറിയ കുട്ടികളെ നോക്കുമ്പോൾ അറിയാം, അവരെന്തെങ്കിലും ഒരു വാക്കൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് അതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ടല്ല, പകരം അവരത് ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അർത്ഥം അതിലേക്കൊന്നും അവർ പോകത്തില്ല, പകരം അത് കേൾക്കുന്നു, ഇമിറ്റേറ്റ് ചെയ്യുന്നു. इसके द्वारा वो इन नियमों का आत्मसात कर अपने भाषा प्रयोग में लाने लगता है. അപ്പോൾ എന്താണ് ഈ ഇമിറ്റേറ്റ് ചെയ്യുന്നത്? അത് അവരുടെ പതിയെ അവരുടെ ഒരു ലാംഗ്വേജിലേക്ക് അത് കടന്നു വരും. ഓക്കെ, നമ്മൾ മലയാളം പഠിക്കുന്ന പോലെ അറിയാം, കാരണം മലയാളം നമ്മൾ സ്കൂളിൽ എത്തുന്നതിന് മുമ്പ് പഠിച്ചതാണ്. ഓക്കെ, കുറേയൊക്കെ നമ്മൾ എൻവയോൺമെൻറ്റിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൽ ഒരു ഇമിറ്റേഷനിലൂടെ നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്നു. നെക്സ്റ്റ് പോയിന്റിലേക്ക് നമുക്ക് പോകാം. അഭ്യാസ്, ഇത് ഭാഷാ अर्जनലാണ് ഇവിടെ വരുന്നത്. भाषा के नए नियमों और रूपों का विद्यार्थी बार बार अभ्यास करते हैं जिससे नियम उनके ഭാഷാ പ്രയോഗമേ ഷാമിൽ ഹോ ജാത്ത. അതായത് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ റൂൾസ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതെന്താണ്, നമ്മൾ ആ പ്രയോഗത്തിൽ അത് കൊണ്ടുവരും, വീണ്ടും വീണ്ടും അത് ഉപയോഗിക്കും. അങ്ങനെ നമ്മളുടെ ലാംഗ്വേജ് ബെറ്റർ ആക്കാൻ പറ്റും. മീൻസ് അഭ്യാസ് എന്ന് പറയുന്നത് ഭാഷാ अर्जനെ തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, അടുത്തതിലേക്ക് നമുക്ക് പോകാം. പുനരാവൃത്തി. ओके, पुनरावृत्ति मीन्स रेपिटेशन. बालक भाषा के जिन नियमों या रूपों को बार बार सुनता है वही नियम उसे याद हो जाता है. എന്താണ്? വീണ്ടും വീണ്ടും കേൾക്കുന്ന വാക്യങ്ങളൊക്കെയാണ് നമ്മൾ ഓർത്തിരിക്കുക. വഹി നിയം ഉസെ യാദ് ഹോ ജാത്ത ഹൈ ഓർ വോ ഉസെ അപ്നെ വ്യവഹാർ മേ ലാനെ ലഗ്താ ഹൈ. അതായത് നമ്മളൊരു കാര്യം കുറേ പ്രാവശ്യം കേൾക്കുകയാണെങ്കിൽ നമ്മളും പതിയെ അത് നമ്മളുടെ ലാംഗ്വേജിൽ അല്ലെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങും, ചില വേർഡ്സൊക്കെ ആണെങ്കിലും സ്പെഷ്യലി. ഓക്കെ, नेक्स्ट ആണ് सहजता मीन्स बालक अपने जन्म के कुछ महीनों तक केवल कुछ ध्वनियों का अधिक प्रयोग करता है. സഹജത എന്ന് വെച്ചാൽ എന്താണ്? നോർമലായിട്ടൊരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ കുറേ ധ്വനികൾ മീൻസ് എന്താണ്, ഓക്കെ, സൗണ്ട്സൊക്കെ പുറപ്പെടുവിക്കുന്നുണ്ട്. ഓക്കെ, परंतु जब वो अपने आसपास रहने वाले लोगों के मुंह से विभिन्न ध्वनियों को सुनता है तो वो धीरे धीरे उनको സമജ്നെ ലഗ്താഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോം ചോംസ്കി പറയുന്ന അനുസരിച്ച് കുട്ടികളിൽ ഭാഷ പഠിക്കാനുള്ള ഒരു
ജന്മജാത ക്ഷമത അല്ലെങ്കിൽ ജന്മത്തോടു കൂടി അതൊരു കഴിവുണ്ട്. അത് തന്നെയാണ് സഹജത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ലാംഗ്വേജ് പഠിക്കാനുള്ള കഴിവ് എല്ലാ കുട്ടികളിലും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതൊരു പരിധിവരെ ശരിയുമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സാണ് ഇതിനകത്ത് വരുന്നത്. ഭാഷ അർജൻ കി വിദ്യ. ഭാഷ അർജൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടെ എൻവയോൺമെൻറ്റിൽ നിന്ന്, പാരൻസിൽ നിന്നൊക്കെ നമ്മൾ ലാംഗ്വേജ് അക്യൂസിഷൻ, ലാംഗ്വേജ് പഠിക്കുന്നു. അപ്പോൾ അതിനകത്ത് വരുന്ന കുറച്ച്, ഇതിനകത്ത് നോം ചോംസ്കിയുടെ ഒരു കോട്ട് വരുന്നുണ്ട്, പിന്നീട് കുറച്ച് വിധിയാണ്. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് വരുന്ന അനുകരണമാണ്, ഇമിറ്റേഷൻ ആണ്, അഭ്യാസ്, പിന്നീട് പുനരാവൃത്തി, റെപ്പറ്റീഷൻ, സഹജത. ഓക്കെ, ഇങ്ങനെ ഒരു 4 പോയിന്റ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. അപ്പോൾ ഇതിൻ്റെ നോട്ട് ഞാൻ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് തീർച്ചയായിട്ടും എന്താണ്, ഇതൊരു ബൈ ഹാർട്ട് പഠിക്കുന്നതിനപ്പുറം ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ദാറ്റ്സ് ഇനഫ് ഫോർ ദ കാറ്ററ്റ് എക്സാം. ഓക്കെ, ഇറ്റ് വിൽ ഹെൽപ്പ് ടു ക്രാക്ക് ദ എക്സാം in a simple way. Okay, so guys, see you in the next. तब तक के लिए okay, bye.